ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കപ്പ വെച്ച് തയ്യാറാക്കുന്ന ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയായിട്ടാണ്. ഈ കപ്പ ഉപ്പുമാവിൽ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർക്കുന്നുണ്ട്. അത് നമുക്ക് എന്താണെന്ന് വഴിയെ നോക്കാം. അത് മാത്രമല്ല, നല്ലതുപോലെ വേവുന്ന കപ്പയായിരിക്കണം ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ചെറുതായിട്ട് നുറുക്കിയെടുത്ത 1 കിലോ കപ്പയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇനി ഈ കപ്പ ഒരു കുക്കറിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, കൂടുതൽ വെള്ളത്തിൽ വേണം ഈ കപ്പ വേവിച്ചൂറ്റാനായിട്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് കുക്കർ അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുത്തുക. അതിനുശേഷം തീ ഓഫ് ചെയ്തിടുക. നല്ല വേവുന്ന കപ്പയൊക്കെ ആണെങ്കിൽ ഒറ്റ വിസിൽ കൊണ്ട് തന്നെ വേകും. ഇനി ഈ ഉപ്പുമാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 മീഡിയം സൈസ് സവാള ഇവിടെ കൊത്തി അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതായത് ചോപ്പ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 5 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും, കുറച്ച് കറിവേപ്പിലയും, 2 ഇഞ്ച് കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും, ഒരു 8 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതായത് ഒരു 5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ കടുക് 1 ടീസ്പൂൺ ഇട്ട് പൊട്ടിക്കുക. അടുത്തതായി 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഇനി നമുക്ക് ആ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കാം. അതെന്താണ് ആ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ, ചോറ് വയ്ക്കുന്ന അരിയാണ്. 1.5 ടേബിൾ സ്പൂൺ അരി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ കുത്തരിയാണ്. അതല്ല, നിങ്ങൾക്ക് വെള്ളച്ചോറിൻ്റെ അരിയാണുള്ളതെങ്കിൽ അത് 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി നല്ലതുപോലെ ചൂടായി വരാൻ വേണ്ടിയിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഒരു 2 മിനിറ്റൊക്കെ ആകുമ്പോൾ ഈ അരിയൊക്കെ നല്ലതുപോലെ ഒന്ന് വീർത്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. ആ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് ആ വേവിച്ചൂറ്റി എടുത്ത് വെച്ചിരിക്കുന്ന കപ്പ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഇവിടെ ഇപ്പം ഞാൻ ഉടച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ വേവുന്ന കപ്പയാണെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും, ഒറ്റ വിസിലും കൊണ്ട് വെന്തിട്ടുമുണ്ട്. ഇനി നമുക്ക് ആ സവാളയുടെ കൂട്ടൊക്കെ വഴന്ന് വന്നതിലോട്ട് 1 കപ്പ് തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം. 1-1.5 കപ്പ് തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങാൻ കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പൊന്ന് നോക്കുക. പിന്നെ കപ്പയ്ക്കകത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്, അതുകൊണ്ട് ഒട്ടും കൂടാതെ ശ്രദ്ധിക്കണം. തീ കുറച്ച് വെച്ചതിന് ശേഷം 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആ വേവിച്ചുടച്ച് വെച്ചിരിക്കുന്ന കപ്പയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. കപ്പയിൽ മസാലയൊക്കെ നല്ല പൊതിഞ്ഞിരിക്കുന്ന രീതിയിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഈ കപ്പ ഉപ്പുമാവ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കി കഴിക്കുന്നത്. ഇതെൻ്റെ ഒരു ആൻറ്റി പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഈ കപ്പ ഉപ്പുമാവ് എങ്ങനെയുണ്ടെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് നമ്മൾ റവ വെച്ചുണ്ടാക്കുന്ന ഉപ്പുമാവിൻ്റെ ഏകദേശം അതേ ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ഈ അരി വറുത്തിട്ടൊക്കെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്നത് കൊണ്ട് ഒരു പ്രത്യേക ഫ്ലേവർ തന്നെ വന്നിട്ടുമുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും കപ്പ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതിൽ ഈ അരി വറുത്തിട്ടൊക്കെ നിങ്ങൾ ചേർക്കാറുണ്ടോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ കപ്പ ഉപ്പുമാവ് ഞാൻ കഴിച്ചത് കോട്ടയം ഫിഷ് കറിയുമായിട്ടാണ്. ഞാൻ ഉണ്ടാക്കുന്ന ആ കോട്ടയം ഫിഷ് കറിയുടെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അത് കൂടാതെ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത പൊതിച്ചോറിൻ്റെ റെസിപ്പിയുടെ കൂടെയും ഈ കോട്ടയം ഫിഷ് കറി ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ കണ്ടിട്ടൊക്കെ ഒന്ന് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു. ബൈ.